വള്ളലാർ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത ഒരു അകവലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശുദ്ധ മെയ്ജ്ഞാന സുഹോദയ വെളിയനും അത്തുവിതച്ചവൈ അരുൾപ്പെരും ജ്യോതി. എന്താണ് ഈ അരുൾപ്പെരും ജ്യോതി എന്ന് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് വള്ളലാർ പെരുമാൻ. എന്താണെന്ന് നോക്കൂ. ശുദ്ധ മെയ്ജ്ഞാന സുഖ വെളി. ശുദ്ധ മെയ്ജ്ഞാന സുഖോദയ വെളി, സുഖത്തെ ഉദയം ചെയ്യുന്ന വെളി, സുഖത്തെ പ്രദാനം ചെയ്യുന്ന ആകാശം, ചിതാകാശം. അപ്പോൾ നമുക്ക് ആത്മസുഖത്തെ പ്രദാനം ചെയ്യുന്ന ചിത് സഭയാണ്, അല്ലെങ്കിൽ ചിദംബരമാണ്, അല്ലെങ്കിൽ ചിത് മണ്ഡലമാണ് ഈ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ നമ്മുടെ ഹൃദയാകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആത്മസൂര്യനിൽ നിന്ന് ഈ പെരും ജ്യോതി പ്രകാശിക്കുമ്പോൾ നമുക്ക് മഹാസുഖാനുഭൂതി കിട്ടുന്നു. ഈ സുഖാനുഭൂതി എപ്പോഴാണ് കിട്ടുക? സമാധ്യവസ്ഥയിലാണ് കിട്ടുക. ഒരു സാധകൻ്റെ സമാധ്യവസ്ഥയിലാണ് ഈ സുഖോദയ വെളി, സുഖോദയമാകുന്ന ചിതാകാശം. അത് എപ്പോഴാണ്? ശുദ്ധ മെയ്ജ്ഞാന സുഖോദയമാണ്. അപ്പോൾ മെയ്ജ്ഞാനം, ദിവ്യമായ ഈ ആത്മീയ ജ്ഞാനം ലഭിക്കുന്ന, ഈ ദിവ്യമായ ആത്മീയ ജ്ഞാനം നമുക്കരുളുന്ന ചിത് സഭയിലെ ആത്മസൂര്യനാണ് ഈ അരുൾപ്പെരും ജ്യോതി. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ മൂലമായ തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിലെ സമാധി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അതായത് മൂന്നാം തന്ത്രത്തിൽ, തിരുമന്ത്രത്തിലെ മൂന്നാം തന്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന ചമാധി എന്ന് പറഞ്ഞ ഒരു കാണ്ഡമുണ്ട്. ചമാധി എന്ന് വെച്ചാൽ സമാധി, തമിഴ് ചമാധി എന്നാണ് പറയുക, അത് മലയാളത്തിൽ സമാധിയാണ്. ഈ സമാധ്യവസ്ഥയിലേക്ക് സാധകൻ എത്തിച്ചേരും. അരുൾപ്പെരും ജ്യോതി, അരുൾപ്പെരും ജ്യോതി, തനിപ്പെരും കരുണை, അരുൾപ്പെരും ജ്യോതി എന്ന മഹാമന്ത്രം സാധന ചെയ്യുമ്പോൾ ഒരു സാധകനിൽ ഈ സമാധ്യവസ്ഥ ഉണ്ടാകും. ചര്യ, ക്രിയ, യോഗം ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ മന്ത്രസാധനയിലൂടെ, ഈ മഹാമന്ത്ര സാധനയിലൂടെ ഭഗവാൻ വള്ളലാർ പെരുമാൻ നമുക്ക് ഈ സമാധി സുഖം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ എത്ര ലളിതമാണെന്ന് നോക്കൂ. സന്മാർഗ വഴി എന്നുള്ളത് വളരെ ലളിതമാണ്. അരുൾപ്പെരും ജ്യോതി, അരുൾപ്പെരും ജ്യോതി, തനിപ്പെരും കരുണை, അരുൾപ്പെരും ജ്യോതി എന്ന മഹാമന്ത്രം ജപിച്ച് ഭ്രൂമധ്യത്തിൽ ഈ അരുൾപ്പെരും ജ്യോതിയെ ദർശിച്ച് അതിൽ മുഴുകിക്കഴിയുമ്പോൾ സമാധി അവസ്ഥ ഒരു സാധകനുണ്ടാകുന്നു. ഈ സമാധ്യവസ്ഥയിലുണ്ടാകുന്ന സുഖോദയമാണ്, ആത്മസുഖമാണ് ഈ മഹാ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ഇതിൻ്റെ സത്യം കൂടുതൽ വെളിവാകണമെങ്കിൽ നമുക്ക് സമാധി എന്ന തിരുമന്ത്രത്തിലെ ആ കാണ്ഡത്തിലേക്ക് അല്പം പ്രവേശിക്കാം. ഞാനതിൻ്റെ മലയാളം അർത്ഥം മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഏതാണ്ട് തിരുമൂലദേവൻ ഉദ്ദേശിച്ച അർത്ഥം തന്നെയായിരിക്കാം ഇതെന്ന് തോന്നുന്നു.
മനസ്സ് എവിടെയാണോ അവിടെയൊക്കെ പ്രാണൻ എന്ന് വെച്ചാൽ ബോധം, അതായത് ഈ അരുൾ പെരുംജ്യോതി ഉണ്ടായിരിക്കും. മനസ്സ് എവിടെയില്ലയോ അവിടെ ഈ പ്രാണനും, അതായത് ബോധമെന്ന ഈ ആത്മജ്യോതി ഇല്ല. മനസ്സിനെ സ്വന്തം ആത്മാവിൽ തന്നെ നിലനിർത്തി സംയമനം പാലിച്ച് സച്ചിദാനന്ദത്തിൽ മുഴുകി സമാധിയിലേർപ്പെടുന്നവർക്ക് മനസ്സടങ്ങി ബോധവും അഥവാ പ്രജ്ഞ അഥവാ ഈ അരുൾ പെരുംജ്യോതി ചിത് സഭയിൽ, ചിദംബരത്തിൽ, ചിത്താകുന്ന മനസ്സാകുന്ന ആ ഹൃദയാകാശത്തിൽ ശിവമയമായി ശിവ ഒളിയായി പ്രകാശിച്ചു നിൽക്കും. ഇതാണ് തിരുമൂലദേവൻ സമാധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്കതൊന്ന് വിശദീകരിക്കാം. മനസ്സ് എവിടെയാണോ അവിടെയാണ് പ്രാണനും നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത്, ഈ പ്രണവവായു എന്ന് പറയുന്നത് എവിടെയാണോ അവിടെയാണ് മനസ്സ് നിൽക്കുക. അല്ലെങ്കിൽ മനസ്സ് എവിടെയാണോ നിൽക്കുക അവിടെയാണ് ഈ പ്രണവശ്വാസവും നിലകൊള്ളുന്നത്. അതുകൊണ്ട് മനസ്സ് എവിടെയില്ലയോ അവിടെ ഈ പ്രാണൻ അല്ലെങ്കിൽ ബോധമില്ല. അതുകൊണ്ട് മനസ്സിനെ സ്വന്തം ആത്മാവിൽ തന്നെ നിർത്തുക, അതായത് ഈ പ്രകാശജ്യോതിയിൽ നിർത്തുക. ഭ്രൂമധ്യത്തിലെ, നമ്മുടെ ഭ്രൂമധ്യത്തിൽ വിളങ്ങുന്ന ആത്മജ്യോതിയിൽ നമ്മുടെ മനസ്സിനെ നിർത്തുക. അതായത് ബ്രഹ്മരന്ധ്രത്തിന് താഴെയുള്ള ആജ്ഞാചക്രം, അതായത് പുരികമധ്യം. ആ പുരികമധ്യത്തിൽ ശിവ ഒളിയായ ഈ അരുൾ പെരും ജ്യോതിയെ മനസ്സാൽ സങ്കൽപ്പിച്ച് അരുൾ പെരും ജ്യോതി, അരുൾ പെരും ജ്യോതി, തനിപ്പെരും കരുണൈ, അരുൾ പെരും ജ്യോതി എന്ന മഹാമന്ത്രം ജപിക്കുക. അങ്ങനെ ആ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരുന്നു? സച്ചിദാനന്ദമായ ചിത്പ്രകാശത്തിൽ, അതായത് സമാധ്യാവസ്ഥയിൽ സാധകൻ എത്തിച്ചേരുന്നു. അവിടെ ശിവയോഗം സംഭവിക്കുന്നു. അവിടെ പ്രജ്ഞ കൂടുതൽ തെളിയുകയും അങ്ങനെ ആ ചിത് പര ഒളി, അതായത് തിരുവരുൾ പരം ജ്യോതി സത്യത്തിൽ സൂക്ഷ്മമായി നമ്മുടെ ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ച് നാം സമാധി അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ജീവൻ എങ്ങനെ ശിവനായി ശിവാവസ്ഥയാകുന്ന സമാധിയിൽ പ്രവേശിക്കുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ അരുൾ പെരും ജ്യോതിയിൽ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നത്. അതായത് വള്ളലാർ പെരുമാൻ പറയുന്നത് ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. അതായത് തിരുമന്ത്രത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് പറയുന്നത്. അതായത് ആ ജപസാധന എങ്ങനെയായിരിക്കണം? അതായത് ഭ്രൂമധ്യത്തിൽ ഈ ആത്മജ്യോതിയെ സങ്കല്പിക്കണം. എങ്ങനെ? മനസ്സിൽ സങ്കല്പിക്കണം. മനസ്സുകൊണ്ട് ഭ്രൂമധ്യത്തിൽ ഈ പ്രകാശജ്യോതിയെ, അരുൾ പെരും ജ്യോതിയെ സങ്കല്പിച്ചുകൊണ്ട് ഈ മഹാമന്ത്രം ജപിക്കുക. ഏതാണത്? അരുൾ പെരും ജ്യോതി, അരുൾ പെരും ജ്യോതി, തനിപ്പെരും കരുണൈ, അരുൾ പെരും ജ്യോതി എന്ന മഹാമന്ത്രം ജപിക്കുമ്പോൾ ക്രമേണ നാം യോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതായത് ക്രിയയുടെയും അതേപോലെ ചര്യയുടെയും ഒക്കെ പ്രയോജനം തന്നെ ഈ മഹാമന്ത്ര സാധനയിൽ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ചര്യ കൂടാതെ, ക്രിയ കൂടാതെ, യോഗ കൂടാതെ തന്നെ നാം ഈ സമാധി സുഖത്തിൽ എത്തിച്ചേരുന്നു. അതോടെ നമ്മുടെ ജീവൻ എന്തായിത്തീരുന്നു? പ്രജ്ഞയായിത്തീരുന്നു, അല്ലെങ്കിൽ ബോധമായിത്തീരുന്നു, അല്ലെങ്കിൽ അത് ചിത്ത് എന്ന അവസ്ഥയിലേക്ക്, അതായത് ആത്മാവ് എന്ന അവസ്ഥയിലേക്ക്, ശിവ ആത്മാവ് എന്ന അവസ്ഥയിലേക്ക്, ശിവ ഒളി എന്ന നിലയിലേക്ക്, പ്രകാശത്തിലേക്ക് എത്തിച്ചേരുന്നു. വളരെ ലളിതമായൊരു ടെക്നിക്കാണിത്.
അങ്ങനെ ജീവനെ ശിവനാക്കി നാം സമാധി എന്ന ആ സുഖോദയം അനുഭവിക്കുന്നു എന്നാണ് വള്ളലാർ പെരുമാനിവിടെ പറയുന്നത്. അപ്പോൾ നാം സുഖോദയം, മെയ്ജ്ഞാന സുഖോദയം, അതായത് പ്രജ്ഞാനം വൈ ബ്രഹ്മ, പ്രജ്ഞാനം തന്നെ ബ്രഹ്മം, ആ പ്രജ്ഞാനം തന്നെ ഈ ഒളി, ഈ അരുൾ പെരും ജ്യോതി. ഈ സത്യമാണ് വള്ളലാർ ഈ പാടലിൽ, ഈ അകവലിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇതാ നോക്കൂ, തിരുമൂലദേവൻ തിരുമന്ത്രം 3-ാം തന്ത്രത്തിലെ സമാധിയിൽ വിവരിക്കുന്ന ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. മൂലനാടി മുകട്ടല കൊച്ചിയുൾ 4 വാചൽ നടുവുൾ ഇരിപ്പിറുകോൾ മേലെ വാചൽ വെളിയുറക്കഞ്ചിൽ കാലൻ വാർത്തൈ കനവിലുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ കാലൻ പോലും ഉണ്ടാവില്ല. അതായത് മരണമില്ല ശരീരമായി മാറും. വള്ളലാർ പറയുന്ന മരണമില്ലാത്ത ശരീരമായി മാറുന്നു. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ശാസ്ത്രീയ സത്യം തിയറി നമുക്ക് നോക്കാം. സുഷുമ്നാ നാഡിയിലൂടെ മൂലശക്തിയെ ആവാഹിച്ച് ശിവചൈതന്യമാർന്ന് കണ്ണ്, കാല്, നാക്ക്, മൂക്ക് എന്നീ 4 ജ്ഞാനേന്ദ്രിയ ക്രിയാവാതിൽ കൊണ്ട ആരക്കാല് പോലുള്ള മുഖം സ്ഥിതി ചെയ്യുന്ന ശിരസിൻ്റെ ഉച്ചിയിലുള്ള ആ ആജ്ഞാചക്രം, ഉച്ചിയുടെ ഭാഗത്ത് തിരുനെറ്റിയിലുള്ള ആജ്ഞാചക്രം വിടർന്ന് ആജ്ഞാചക്രത്തിൽ പ്രജ്ഞയെ അടക്കി സമാധി നിലയിലിരിക്കുന്നവരെ നിങ്ങളുടെ സഹസ്രദളത്തിന് മുകളിലുള്ള ബ്രഹ്മരന്ധ്രവാതിൽ തുറന്ന് ചിതാകാശ പെരുവഴി, അതാണ് അരുൾ പെരും ജ്യോതി. ആ അരുൾ പെരും ജ്യോതി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിരഞ്ജീവികളും കാലഭയം നീങ്ങിയവരുമായ ശിവജ്യോതിസുകളായി മാറുന്നു. വള്ളലാർ പറഞ്ഞതിൻ്റെ ആ മഹാസത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതായത് സുഷുമ്നാ നാഡിയിലൂടെ മൂലശക്തിയെ ആവാഹിച്ച് ശിവചൈതന്യമാർന്ന് കണ്ണ്, കാല്, നാക്ക്, മൂക്ക് എന്നീ 4 ജ്ഞാനേന്ദ്രിയ ക്രിയാവാതിൽ കൊണ്ട ആരക്കാല് പോലുള്ള മുഖം സ്ഥിതി ചെയ്യുന്ന ശിരസിലെ ആ തിരുനെറ്റിയിലെ ആജ്ഞാചക്രത്തിൽ ഈ പ്രജ്ഞയെ അടക്കുക. ആ പ്രജ്ഞയെ അടയ്ക്കുമ്പോൾ ആ ശിവജ്യോതി ബ്രഹ്മരന്ധ്രത്തിലേക്ക് ഉയർന്നു പോകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയാൾ ചിരഞ്ജീവിയായി തീർന്നു. കാലഭയം പിന്നെ അയാളിലുണ്ടാകില്ല. ഈ സമാധ്യവസ്ഥയിൽ അയാൾ ചിരഞ്ജീവിയായിത്തീരുന്നു, മരണമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇതാണ് വള്ളലാർ പറയുന്ന മരണമില്ലാ ശരീരം. അപ്പോൾ അതിൻ്റെ തിയറിയാണ് ഇവിടെ തിരുമൂലദേവൻ ഈ തിരുമന്ത്രത്തിലെ ഈ 3-ാം തന്ത്രത്തിൽ നമുക്കായി വിശദീകരിക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് വള്ളലാർ പെരുമാൻ നമുക്കായി കാഴ്ചവെക്കുന്നത്. അപ്പോൾ വള്ളലാർ പെരുമാൻ്റെ ഈ ലഘു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അരുൾപ്പെരും ജ്യോതി അരുൾപ്പെരും ജ്യോതി തനിപ്പെരും കരുണൈ അരുൾപ്പെരും ജ്യോതി എന്ന മഹാമന്ത്രം ആലപിച്ചുകൊണ്ട് വള്ളലാർ പറയുന്ന ഈ മെയ്ജ്ഞാന സുഖോദയത്തിലേക്ക്, സമാധ്യവസ്ഥയിലേക്ക് ഒരു സാധകന് എത്തിച്ചേരാൻ കഴിയും. അതോടെ അയാളുടെ ശരീരം മരണമില്ലാ ശരീരമായി തീരും എന്നാണ് ഇവിടെ വള്ളലാർ പെരുമാൻ നമുക്ക് ഉറപ്പ് തരുന്നത്. ഇതിൽ പരം വലിയൊരു ഉറപ്പ് വേണോ? അത് സാക്ഷ്യപ്പെടുത്തുന്ന ആരാ? സാക്ഷാൽ തിരുമൂലദേവനായ ആ മഹാശിവ തേജസ്. തിരുമന്ത്രത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെയും പ്രാക്ടിക്കൽ വ്യാഖ്യാനമാണ് ഇവിടെ ഈ അരുൾപ്പെരും ജ്യോതിയിൽ വള്ളലാർ പെരുമാൻ കാഴ്ചവെക്കുന്നത് എന്നോർക്കുക. അതുകൊണ്ട്
വള്ളലാർ പെരുമാൻ്റെ അരുൾ പെരുംജ്യോതി പഠിക്കുമ്പോൾ ഓരോ ശ്ലോകത്തിൻ്റെയും മൂലമായ തിരുമന്ത്രത്തിൻ്റെ സത്തയിലേക്ക്, അതായത് അതിൻ്റെ മെയ്ജ്ഞാന പൊരുളിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കുക. ഓം ശിവായ നമഃ.